അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ രോഗങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ അത് താങ്ങാൻ കഴിയാതെ ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കച്ചവടമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, സമ്പത്തുണ്ട്, വീടുണ്ട്, ഭക്ഷണമുണ്ട്, അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും നമുക്ക് എന്തുകൊണ്ട് അതിനകത്ത് ബർക്കത്തുണ്ടാകുന്നില്ല? എന്റെ അടുക്കൽ വന്ന ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളാ പറഞ്ഞത്. ഞാൻ കുറ്റം പറഞ്ഞതല്ല. ഇരിക്കണ നിങ്ങൾ ഓരോരുത്തരോട് ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് തന്നെ പറയാനുള്ളത്. ഉസ്താദേ ദുആ ചെയ്യണം, കച്ചവടമില്ല, സമ്പത്തില്ല, വീടില്ല, മനസമാധാനമില്ല, രോഗങ്ങളാണ്, പ്രയാസങ്ങളാണ്. എല്ലാവരും ജീവിതത്തിൽ അവനവന്റെ പ്രയാസങ്ങൾ എനിക്കുണ്ട് ഇതുപോലെ നൂറുകണക്കിന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. അപ്പൊ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറയാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ വല്ലദീ നഫ്സീ ബിയദിഹി, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വല്ലദീ നഫ്സീ ബിയദിഹി യഖൂമു സ്സാഅ ഹത്താ തമുറു അലാ കബരിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ സമുദായത്തിനൊരു കാലഘട്ടം കടന്നു വരും, എന്റെ സമുദായത്തിനൊരു കാലഘട്ടം കടന്നു വരും. ആ കാലഘട്ടത്തിൽ എന്റെ സമുദായമുണ്ടല്ലോ, അവര് ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ സമുദായത്തിനൊരു കാലഘട്ടം കടന്നു വരും. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ ഖബറ് കണ്ടു കഴിഞ്ഞാൽ അവര് ഖബറിന്റെ മുകളിലങ്ങ് വീഴും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖബറ് കണ്ടു കഴിഞ്ഞാൽ അവര് ഖബറിന്റെ മുകളിൽ വീഴും, കരഞ്ഞു വിളിച്ചുകൊണ്ട് ഖബറിന്റെ മുകളിൽ വീഴും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവര് ഖബറിന്റെ മുകളിൽ കിടന്നുകൊണ്ട് അവര് കരയുകയാ. എന്നിട്ട് അവര് പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവര് പറയും, ഫയഖൂലു യാ ലൈതനി കുന്തു മകാന ഹാദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവര് പറയുകയാണ്, അവിടെന്ന് പറയുകയാ, യാ ലൈതനി കുന്തു മകാന ഹാദിഹിൽ ഖബർ, ഈ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യൻ ഞാനായാ മതിയായിരുന്നു പടച്ചവനെ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പള്ളിയുടെ പുറകിൽ കിടക്കുന്ന ഖബറ് കാണുമ്പോ ഒരു കാലത്ത് ജനങ്ങൾ പറയും, ആ ഖബറിന്റെ മുകളിൽ വീഴും. ആ ഖബറിന്റെ മുകളിലേക്ക് അവർ വീണുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ, ഈ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യൻ ഞാനായാ മതിയായിരുന്നു പടച്ചവനെ എന്ന് എന്റെ ഉമ്മത്ത് പറയുന്ന ഒരു കാലം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, ഖബറിന്റെ മുകളിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാ, ഈ മണ്ണിനടിയിൽ കിടക്കുന്ന മനുഷ്യൻ ഞാനായാ മതിയായിരുന്നു അല്ലാ, ഇതെന്താ പടച്ചവനെ. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഖബറിന്റെ മുകളിൽ കിടന്ന് കരയാനുള്ള കാരണം ഈമാൻ കൂടിയിട്ടല്ല, ഈമാൻ കൂടിയതിന്റെ പേരിലല്ല, മരണത്തെക്കുറിച്ച് ചിന്തിച്ചതിന്റെ പേരിലല്ല, ഖബറിനെ കുറിച്ച് ചിന്തിച്ചതിന്റെ പേരിലല്ല, പരലോകത്തെ കുറിച്ച് ചിന്തിച്ചതിന്റെ പേരിലല്ല, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ചതിന്റെ പേരിലല്ല, നരകത്തെ കുറിച്ച് ഓർത്തതിന്റെ പേരിലല്ല. പിന്നെ എന്തിനാ ഇവര് കരയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വലൈസ ബിദീനി, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ദീനിന്റെ പേരിലല്ല. എന്നിട്ട് പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ഇല്ലൽ ബലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ സദസ്സിലിരിക്കുന്നവരോട് ചോദിക്കുകയാ, നമ്മളും ഖബറിനടുക്കലൂടെ ഒക്കെ നടന്നു പോകുമ്പോ ജീവിതത്തിലെ പ്രയാസങ്ങളും സാമ്പത്തികമായി തകർന്നു പോകുമ്പോ കച്ചവടം എല്ലാം തകർന്നു പോകുമ്പോ, മക്കൾക്ക് രോഗം വരുമ്പോ, ക്യാൻസർ വരുമ്പോ, അല്ലെങ്കിൽ താങ്ങാൻ കഴിയാത്ത വേദനകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോ നമ്മൾ തന്നെ പറയാറില്ലേ, മരിച്ചാ മതിയായിരുന്നു പടച്ചവനെ.
ലക്ഷങ്ങളുടെ കടം വന്നിട്ട് നിന്റെ കച്ചവടം മുഴുവനും തകർന്നു പോയിട്ട് നീ നിന്റെ വീടിനകത്ത് ഉറക്കമില്ലാതെ ഇരിക്കുമ്പോ നീ പറയണ വാക്കെന്താ? ഖബറിന്റെ ചാരത്ത് പോകുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ പറയും, പടച്ചോനെ മരിച്ചാ മതിയായിരുന്നു അല്ലാഹ്. എന്തെങ്കിലും മാരകമായ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, ഇതെന്ത് ജീവിതമാ അല്ലാഹ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഖബറിന്റെ മുകളിൽ വീണിട്ട് ഇങ്ങനെ പറയാനുള്ള കാരണം? അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ രോഗങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ അത് താങ്ങാൻ കഴിയാതെ ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കച്ചവടമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, സമ്പത്തുണ്ട്, വീടുണ്ട്, ഭക്ഷണമുണ്ട്, അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും നമുക്ക് എന്തുകൊണ്ട് അതിനകത്ത് ബർക്കത്തുണ്ടാകുന്നില്ല? എന്തുകൊണ്ടാണ്? ഇതുകൊണ്ട് നിനക്ക് വീടാണെങ്കിലും എന്താണെങ്കിലും നിനക്ക് വീടില്ലേ? ഈ പള്ളിയെക്കാളും ഈ പണിയുന്ന മദ്രസയെക്കാളും വലിയ വീട് നിനക്കുണ്ടല്ലോ. എന്തുകൊണ്ടാണ് നിന്റെ വീടിനകത്ത് സമാധാനമില്ലാത്തത്? തിന്നാൻ ഭക്ഷണമില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? എന്നിട്ട് എന്തുകൊണ്ട് നിനക്ക് തിന്നിട്ട് വയറ് നിറയുന്നില്ല? സുന്ദരിയായ ഒരു ഭാര്യ നിന്റെ വീട്ടിലുണ്ടല്ലോ, എന്തുകൊണ്ട് അവളെ കൊണ്ട് നിനക്ക് തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല? 3 4 മക്കൾ അള്ളാഹു നിനക്ക് തന്നിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് നിനക്ക് കണ്ണിന് കുളിർമ ഉണ്ടാകുന്നില്ല? കച്ചവടമുണ്ടല്ലോ, എന്തുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല? അതിനുള്ള കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, അതിനകത്ത് അല്ലാഹുവിന്റെ ബർക്കത്തില്ല. അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുന്നില്ല, അള്ളാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ ഒരു പ്രയാസം ഉണ്ടാകാനുള്ള കാരണം. അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ നാട്ടിൽ ഒരു മദ്രസ പണിയുന്നതിന് വേണ്ടിയുള്ള തുടക്കം കുറിച്ചു. അപ്പൊ ഇന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യം, അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യണമെങ്കിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കണമെങ്കിൽ അത് വെറുതെ ലഭിക്കില്ല എന്ന് നബിയിന റസൂലുള്ളാഹി നബിയിന റസൂലുള്ളാഹി. കുറച്ച് പൈസ കൊണ്ടുവന്നു, ഒരു വീട് വെച്ചിട്ട് സമാധാനം കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടുവോ? കിട്ടൂല. ഈ നിങ്ങളുടെ നാട്ടിൽ ഒരു കട തുടങ്ങിയിട്ട് എനിക്ക് കച്ചവടം ഉണ്ടാകണം, എനിക്ക് ബർക്കത്ത് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ കിട്ടൂല. ഈ ബർക്കത്ത് എന്ന് പറയുന്ന സാധനം അത് ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ പടച്ച റബ്ബ് തരണം. പടച്ച റബ്ബ് തരണമെങ്കിൽ വെറുതെ തരൂല, അതിന് ഇത്തിരി കഷ്ടപ്പാടുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാനൊരു 4 കാര്യങ്ങൾ പറഞ്ഞു തരാം. അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഏത് കാര്യത്തിലും ബർക്കത്ത് ഉണ്ടാകണമെങ്കിൽ അതിനൊരു 4 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഈ പറയുന്ന കാര്യങ്ങൾ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോവുകയാ, ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു ബിസിനസ് ചെയ്യാൻ, ഒരു ബിസിനസ് തുടങ്ങാൻ പോകുകയാ, ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒരു സഹാബി ചോദിച്ചു, ഇപ്പൊ നീ വീട് വെക്കാൻ തീരുമാനിച്ചു, നിങ്ങൾ വീട് വെക്കാൻ തീരുമാനിച്ചു, വീട് വെക്കാൻ തീരുമാനിച്ച ആദ്യം എന്താ ചെയ്യണേ? പറ മനുഷ്യന്മാർ, എന്ത് ചെയ്യും? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ. വീട് വെക്കണമെന്ന് തീരുമാനിച്ച് എന്ത് ചെയ്യപ്പാ? എന്താ പ്രസിഡന്റ്, എന്താ ചെയ്യാ ആദ്യം? എന്താ നമുക്ക് എന്താ ചെയ്യാ? ഒരു കച്ചവടം തുടങ്ങണമെങ്കിൽ ആദ്യം ചെയ്യണത് എന്താ? എങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചോ, ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി കടന്നു വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാനൊരു പുതിയ കച്ചവടം തുടങ്ങാൻ പോവുകയാ, ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇദാ ഹമ്മ അഹദുകും ബിൽ അംർ ഫൽയുസല്ലി റകഅതൻ മിൻ ദൂനിൽ ഫരീദ.
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് കടന്നു വന്നിട്ട് ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ്, ഞാനൊരു വീട് വെക്കാൻ പോകുകയാണ്, പടച്ചവനെ ഞാനൊരു വാഹനമെടുക്കാൻ പോകുകയാണ്, പടച്ചവനെ ഞാനൊരു നല്ല കാര്യം ചെയ്യാൻ പോകുകയാണ്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നീ ചെയ്യാൻ തീരുമാനിച്ചാൽ ആദ്യം വീട് പണിയാൻ തീരുമാനിക്കുന്നവരോട്, കച്ചവടം നടത്താൻ തീരുമാനിക്കുന്നവരോട്, പെണ്ണ് കാണാൻ പോകാൻ തീരുമാനിക്കുന്നവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ സഹായം നിന്റെ ജീവിതത്തിൽ വേണോ? അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യണോ? ആ കച്ചവടം കൊണ്ട് നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. സ്വഹാബിയോട് റസൂലുള്ളാഹി പറയുകയാ, നീ ആദ്യം 2 റക്അത്ത് നിസ്കരിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് 2 റക്അത്ത് നിസ്കരിക്കലാണ്. പടച്ചവനേ, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നീ അല്ലാഹുവോട് പറയണം, ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ്, ഞാനൊരു വീട് വെക്കാൻ പോവുകയാണ്, പടച്ചവനെ ഞാനൊരു വാഹനമെടുക്കാൻ പോവുകയാണ്, ഞാനൊരു പെണ്ണ് കാണാൻ പോവുകയാണ്. ഇത് നല്ലതാണോ മോശമാണോ എന്ന് എനിക്കറിയില്ല അല്ലാഹ്. ആദ്യം ചെയ്യേണ്ടത് എന്താ? 2 റക്അത്ത് നിസ്കരിക്കണം. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ ഞാനൊരു കട തുടങ്ങാൻ പോകുന്നു, ഇത് നഷ്ടമാണോ ലാഭമാണോ എനിക്കറിയില്ല, നിനക്കറിയാം. അല്ലാഹുവേ, ഞാനൊരു വീടിന് കുറ്റിയടിക്കാൻ പോകുകയാ, പടച്ചവനെ ഈ വീടിന്റെ അകത്ത് സമാധാനമുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല, നിനക്കറിയാം. അല്ലാഹ്, ഞാനൊരു വാഹനം എടുക്കാൻ പോകുകയാ, പടച്ചവനെ ഈ വാഹനം നല്ലതാണോ മോശമാണോ എനിക്കറിയില്ല അല്ലാഹ്. അതുകൊണ്ട് പടച്ചവനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് പറയണം, ഇത് നല്ലതാണെങ്കിൽ നടത്തി തരിക, അല്ലെങ്കിൽ ഇത് തട്ടിമാറ്റുക. നീ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ആദ്യം ദുആ ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്തിട്ട് വേണം ഏത് കാര്യത്തിനും ഇറങ്ങാൻ. ഇനി നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്ക്, നിങ്ങളിൽ ആരെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തിന്, വീട് വെക്കുമ്പോഴോ കച്ചവടം തുടങ്ങുമ്പോഴോ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ സ്വന്തം ചിന്തിച്ചു നോക്കിയാൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല ഉസ്താദ്, ചെയ്തിട്ടില്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഇനി മുതലെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പുതിയതായി ചെയ്യാൻ തുടങ്ങാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്തിട്ട് അല്ലാഹുവിനെ ഏൽപ്പിച്ചിട്ട് വേണം ഏത് കാര്യത്തിനും ഇറങ്ങാൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ബോറടിക്കുന്നുണ്ടാ? ബോറടിക്കുന്നുണ്ടാ? ഞാൻ പറഞ്ഞല്ലോ, വയത് പിന്നീട് ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഒരു ക്ലാസ് അത്ര മാത്രം കരുതിയാൽ മതി. ഇവിടെ വരെ വന്നിട്ട് തിരിഞ്ഞു പോകുമ്പോ എന്തെങ്കിലും ജീവിതത്തിൽ ഉപകാരം ഉണ്ടാകണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 2ാമത്തെ കാര്യം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 2ാമത്തെ കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരോടെങ്കിലും മുശാവറ ചെയ്യണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വഅംറുഹും ശൂറാ ബൈനഹും, ഖുർആൻ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, 2ാമത്തെ കാര്യം വിവരമുള്ളവരോട് നീ ചോദിക്കണം, അറിവുള്ളവരോട് നീ ചോദിക്കണം. ചോദിക്കാതെ നീ മുശാവറ ചെയ്യാതെ നീ തീരുമാനിക്കരുത്. ഏതൊരു കാര്യമാണെങ്കിലും നീ ഒരു കച്ചവടം തുടങ്ങാൻ പോകുമ്പോൾ ഈ നാട്ടിലെ പ്രായമുള്ളവരോട്, കച്ചവടത്തെ കുറിച്ച് അറിയുന്നവരോട് നീ പോയിട്ടൊന്ന് ചോദിക്ക്, മുശാവറ ചെയ്യ്. അതങ്ങനെ ഒരു സ്വഭാവം നമുക്കില്ലല്ലോ. ഒരു കാര്യവും നമ്മളോട് ചോദിക്കാറില്ല. ഏതൊരു ഏറ്റവും കുറഞ്ഞത് പള്ളിയിലെ ഖത്തീബിന്റെ അടുക്ക വന്നിട്ട് ചോദിക്കണം, ഉസ്താദേ ഞാൻ വീടിന് കുറ്റിയടിക്കാൻ പോവുക, എന്താ ചെയ്യണ്ടേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചോദിക്കുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്നതില്ലല്ലോ.
നമ്മളൊരു കാര്യവും നമ്മൾ മുശാവറ ചെയ്യാറില്ല. ആരോടും, നമ്മളുടെ മാതാപിതാക്കളോടോ നമ്മുടെ കുടുംബക്കാരോടോ നമ്മുടെ കുടുംബത്തിലെ കാരണന്മാരോടോ പോലും നമ്മൾ പറയാറില്ല. സ്വന്തം ഇഷ്ടപ്രകാരമാണ് നമ്മൾ പലതും ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുശാവറ ചെയ്യണം. നമുക്കറിയുന്നവരോട്, പ്രായമുള്ളവരോട്, നമ്മുടെ കുടുംബക്കാരോട് നമ്മൾ ചോദിക്കണം. ഇത് ചോദിക്കുന്നതിൽ ഒരു മടിയും കാണിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുശാവറ ചെയ്യണമെന്ന് പഠിപ്പിച്ചതാരാണ്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. പ്രായം കൂടിയവരാണോ പ്രായം കുറഞ്ഞവരാണോ, ഏത് കാര്യം ചെയ്യുമ്പോഴും നീ മുശാവറ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കൂ. വഇദ ഖാല റബ്ബുക ലിൽ മലായികതി, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കുകയാണ്, വഇദ ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ. അല്ലാഹു മലക്കുകളോട് ചോദിക്കുകയാണ്, മലക്കുകള്, ഞാൻ മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താ? എടാ, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ അറിവുള്ളവരോട് ചോദിക്കണം, അല്ലെങ്കിൽ പ്രായമുള്ളവരോട് നീ മുശാവറ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് വിളിച്ചിട്ട് ചോദിക്കുകയാ, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഞാൻ സൃഷ്ടിക്കാൻ പോകുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ലാഹുവിന് ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല. അല്ലാഹുവിന് മലക്കുകളോട് ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് അഭിപ്രായം ചോദിച്ചു. അല്ലാഹുവിന് ചോദിക്കാൻ ഒരു നാണമില്ലായിരുന്നു. അതാണ് അല്ലാഹു അവിടെ നിന്ന് അഭിപ്രായം ചോദിച്ചു. എന്തിന്? എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ടും മലക്കുകളും പറഞ്ഞത് നല്ല അഭിപ്രായമായിരുന്നില്ല. വേണ്ടെന്ന പടച്ചവനോട് എതിരായിട്ടുള്ള മറുപടിയാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ നീ വിവരമുള്ളവരോട് ചോദിക്കണം. നീ നിന്റെ കുടുംബക്കാരോട് മുശാവറ ചെയ്യണം. പള്ളിയിലെ ഉസ്താദിന്റെ അടുക്ക വന്ന് ചോദിക്കണം. ഇത് മാതൃക കാണിച്ചു തന്നത് അല്ലാഹുവാ. അതുപോലെ തന്നെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം എടുത്തു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും സഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. സ്വന്തം തീരുമാനമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. ഹദ്ദക്ക് യുദ്ധം, കിടങ്ങു കുഴിക്കുന്ന വിഷയമൊക്കെ പ്രവാചകൻ സഹാബത്തിനോട് ചോദിച്ചു. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ അഭിപ്രായം ആ പ്രവാചകൻ അംഗീകരിച്ചത്. അപ്പൊ അല്ലാഹുവിന് അഭിപ്രായം ചോദിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അഭിപ്രായം ചോദിക്കാം, സ്വഹാബാക്കൾ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടാമതായിട്ട് നിന്റെ ജീവിതത്തിൽ വേണ്ടത്, എന്ത് കാര്യം നീ ചെയ്യുമ്പോഴും നീ അതിനെക്കുറിച്ച് മറ്റുള്ളവരോടൊന്ന് ചർച്ച ചെയ്യണേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമുക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല. നമ്മൾ ആരോടും ചോദിക്കാറില്ല. റോഡിന്റെ ചാരത്ത് ബസ് സ്റ്റോപ്പിൽ ഒരു പെണ്ണ് നിന്ന് ചിരിച്ചു, നീ നിന്ന് ചിരിച്ചു, പുറകിലൊന്ന് നടന്നു, കഷ്ടപ്പെട്ട് ഫോൺ നമ്പർ വാങ്ങി, അവസാനം അവളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഇപ്പത്തെ അവസ്ഥ എന്താ? പടച്ചവനെ, മാപ്പാട് മുമ്പിൽ പോയാൽ പറയും സ്വന്തം തീരുമാനിച്ചല്ലേ അനുഭവിക്കണം. കുടുംബക്കാരുടെ എല്ലാം ഇത് തന്നെ. എടാ, ഒരു കാര്യം ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യുമ്പോ അതിനൊക്കെ അല്ലാഹുവിന്റെ സഹായമുണ്ട്. അപ്പോഴാണ് പടച്ച റബ്ബിന്റെ സഹായം ഉണ്ടാവുക. എവിടെങ്കിലും പോയി ഒരു കച്ചവടം നടത്തി പൈസ മുഴുവനും കളഞ്ഞിട്ട് വീട്ടിൽ കയറി വരുമ്പോ അവ അനുഭവിക്കട്ടെ, ഇതാ പറയുക. അപ്പൊ അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ രണ്ടാമത്തെ കാര്യം മുശാവറ ചെയ്യണം. വീട്ടിലുള്ളവരോട് ചോദിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മൂന്നാമതായി നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യം അള്ളാഹുവിന്റെ തൃപ്തി വേണം. ഏത് കാര്യം ചെയ്താലും അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടെങ്കിലേ രക്ഷപ്പെടത്തുള്ളൂ. അതിന് എന്ത് ചെയ്താലും, ഈ ലോകത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം വേണം. അള്ളാഹുവിന്റെ തൃപ്തിയില്ലാതെ ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്തു കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള വഴി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള വഴി എന്താ?
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. പണ്ട് നമ്മുടെ നാടുകളിൽ, ഇവിടെ കൊണ്ടോന്ന് എനിക്കറിയില്ല, പണ്ട് നമ്മുടെ നാടുകളിൽ ഒരു തെങ്ങ് വെച്ചു. ഒരു തെങ്ങിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടുന്ന തേങ്ങ പള്ളിക്കുള്ളതാണ്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. എന്ത് കാര്യം ചെയ്താലും പണ്ടത്തെ തലമുറ, നമ്മുടെ മുൻഗാമികൾ ഏതൊരു കാര്യവും പള്ളിക്ക് കൊടുക്കുമായിരുന്നു. സദക്ക കൊടുക്കണം, അതാ മനസ്സിലാക്കണ്ടേ. ഈ സ്കൂളിൽ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ എന്തിനാ വഞ്ചിപ്പെട്ടിയിൽ പൈസ ഇട്ടിട്ട് പോകുന്നത്? രാവിലെ നിങ്ങളുടെ ഈ നാട്ടിലൂടെ, ഈ BC റോഡിലൂടെ ഓടുന്ന ബസ് ഡ്രൈവർമാര് പള്ളിയുടെ മുമ്പിൽ നിർത്തിയിട്ട് എന്തിനാ പോലും ഇത്തിരി പൈസ ഇട്ടിട്ട് പോകുന്നത്? എന്റെ പൊന്നാര സഹോദരങ്ങളെ, നിനക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന കാര്യങ്ങൾ നിലനിൽക്കണോ, നിനക്ക് ബറക്കത്ത് വേണോ, നീ സദക്ക കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യണമെങ്കിൽ ഏതൊരു കാര്യമാണെങ്കിലും, നീ കാണുന്നതല്ല ഇത്. എക്സാം എഴുതാൻ പോകുന്ന കുട്ടി പൈസ ഇട്ടിട്ട് പോകും. അതുപോലെ തന്നെ യാത്രക്കാരാകട്ടെ ആരുമാകട്ടെ ഒരു സദക്ക കൊടുത്തിട്ട് പോകും. അതൊരു നല്ല ഗുണമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട വലിയൊരു ഗുണമാണ്. അസ്സദഖത്തു റദ്ദുൽ ബല, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ 5 നയാ പൈസ ആർക്കും കൊടുക്കില്ല. നമ്മൾ പൈസ കൊടുത്തിട്ടുള്ള പരിപാടിയൊന്നുമില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം, ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം ഞാൻ ചോദിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ പിന്നെ കല്യാണത്തെ കുറിച്ചൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. സത്യം പറഞ്ഞ കഴിഞ്ഞ ആഴ്ച ഞാനിങ്ങനെ, ചെറുപ്പക്കാരെ എന്തെങ്കിലും പറയാൻ തന്നെ പേടിയാ. കഴിഞ്ഞ ആഴ്ച കന്നഡത്തിൽ എന്തോ ഇങ്ങനെ എഴുതിയിട്ടിരിക്കുന്നു. പലരും എനിക്ക് അയച്ചു തന്നു. എനിക്ക് പിന്നെ കന്നഡം അറിയാത്തത് കൊണ്ട് ഞാൻ ഷാഫിയുടെ മൊബൈൽ, എനിക്ക് അറിയുന്ന 3-4 പേരുടെ മൊബൈലിലേക്ക് ഇട്ടുകൊടുത്തു. ഇതെന്താ എഴുതിയിരിക്കണേന്ന്. അതിനകത്ത് എഴുതിയിരിക്കുക, സിറാജുദ്ദീൻ ഖാസിമി കോവിഡ് രോഗമായിട്ട് കിടക്കുവാണ്, ദുആ ചെയ്യണേന്ന്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. പടച്ചോനെ, എന്തായാലും ഒരു ദുആ എങ്കിലും കിട്ടിയില്ല. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അത്ഭുതപ്പെട്ടു പോയി. എന്തെങ്കിലും പറയാൻ പേടിയാ. ഈ അടുത്ത് ഈ ഉപ്പളയിൽ എങ്ങാണ്ട് ഒരു കല്യാണം നടത്തിയിട്ട് ഒരു ചങ്ങാതി എന്തോ ഒരു രൂപമൊക്കെ കെട്ടി. ഇപ്പൊ ഇങ്ങനെ വാട്സപ്പിലൊക്കെ ഒരു വോയിസ് വരുന്ന കേട്ടു. അതിനകത്ത് ഒരാള് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ ഓൻ എന്നിട്ട് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? നമ്മുടെ കർണാടകയിലൊക്കെ മംഗലാപുരത്തൊക്കെ പ്രസംഗിക്കാൻ വരുന്ന സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം, അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ബംഗ്ലാവില് പത്തനാപുരത്ത് അവന്റെ വീടിന്റെ മുന്നിലാണ് നിൽക്കണേ. അദ്ദേഹം പറയാ, അയാൾ വോയിസ് ഇട്ടിരിക്കുന്നു, ഞാൻ വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുക. വോയിസിൽ പറയുന്നത്, വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ഇറങ്ങി വരിക, ഞാൻ പള്ളിയുടെ മുമ്പിൽ നിന്നിട്ടാ ഇത് പറയുന്നത്. പത്തനാപുരം സിറാജുദ്ദീൻ ഖാസിമിയുടെ പത്തനാപുരത്തെ വീടിന്റെ മുമ്പിൽ എന്തൊരു ബംഗ്ലാവാന്നാ പറയണേ. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. ഞാൻ പത്തനാപുരത്ത് നിന്ന് താമസം മാറിയിട്ട് 7 കൊല്ലമായി. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. ഓൻ പറഞ്ഞൊരു പോയിന്റ്, ഇദ്ദേഹം എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. പത്തനാപുരത്ത് സിറാജുദ്ദീൻ ഖാസിമിയുടെ കൊട്ടാരത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ഇവ അവസാനം പറയാ, ഞാൻ കള്ളവല്ല പറയുന്നത്, ഞാൻ ജുമാ കഴിഞ്ഞിട്ട് ഇറങ്ങി വരാന്ന്. ഇതാ അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലാഹു ആ സഹോദരന്റെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എന്ത് പറയാനും പേടിയാ. ഞാൻ പറഞ്ഞു വന്നത്, എന്താ ഷാഫി ചിരിക്കണേ? ഞാനിങ്ങനെ ഈ ഇരിക്കണ മനുഷ്യന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ക്ലിമാനൂരിൽ താമസിക്കണം. 7 വർഷമായി ഞാൻ പത്തനാപുരത്ത് താമസം മാറിയിട്ട്. കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ചിന്തിച്ച് നോക്കിക്ക സഹോദര, നമുക്ക് 5 നയാ പൈസ നല്ല കാര്യത്തിന് കൊടുക്കാൻ വലിയ മടിയാ. ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെയൊക്കെ കല്യാണം വിളിച്ചു. അപ്പൊ ഇങ്ങനെ ആഡിറ്റോറിയം വേണം, പന്തല് വേണം. പന്തലുകാരൻ വന്നപ്പോ ചോദിച്ചു, ഇവിടെ ഒക്കെ പന്തലിടാൻ എത്ര രൂപ വേണം? ഇത്ര രൂപ വേണം. ഓക്കെ, തരാൻ സമ്മതിച്ചു. ഭക്ഷണം വെക്കുന്ന ആളെ വിളിച്ചിട്ട് പറഞ്ഞു, 2000 പേർക്ക് ഭക്ഷണം വേണം, എത്ര രൂപ വേണം? ഇത്ര രൂപ. സമ്മതിച്ചു. ക്യാമറമാനെ വിളിക്കും. ഓനെ വിളിച്ചിട്ട് ചോദിക്കും, എത്ര വേണം? അവൻ പറയും, ഇത്ര രൂപ വേണം. കൂട്ടുകാർക്ക് എല്ലാവർക്കും വസ്ത്രം എടുക്കണം, മറ്റുള്ള പരിപാടികളൊക്കെ വേണം. ചോദിക്കണ പൈസ എല്ലാവർക്കും കൊടുക്കും. എന്നിട്ട് കല്യാണത്തിന്റെ അന്ന് പുതിയാപ്പിളയായിട്ട് ഒരുങ്ങിയിട്ട് ഇവിടുത്തെ പള്ളി വരും. നിക്കാഹിന് വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയിലെ ഖതീബ് ഉസ്താദ് നിന്റെ നിക്കാഹ് നടത്താൻ വന്നു. നിന്റെ ഭാര്യയുടെ വാപ്പയും എല്ലാരും പള്ളിക്കകത്ത് വന്നു. പള്ളിയിലെ ഖതീബ് ഉസ്താദ് നിന്റെ അടുക്കൽ വന്നിട്ട് പെണ്ണിന്റെ വാപ്പയുടെയും നിന്റെ കയ്യും കൂടെ ചേർത്ത് വെച്ചിട്ട് നിന്റെ നിക്കാഹ് നടത്തി.
നിക്കാഹ് നടത്തിയിട്ട് പള്ളിയിലെ ഖതീബ് ഉസ്താദ് ദുആ ചെയ്യുകയാണ്, അയ്യുഹൽ അറൂസാൻ ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅല്ലാഹു ബൈനകുമാ ഫീ ഖൈരിൻ വആഫിയ. അല്ലാഹുവേ, ഇവന്റെ ജീവിതത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, ഇവൻ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ നിന്റെ വാപ്പ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. മനസ്സിലാക്കേണ്ടത് നിന്റെ വാപ്പ, നിന്റെ കൂട്ടുകാരും നിന്റെ കൂടപ്പുറപ്പുകളും മൊബൈലുമായിട്ട് ഇങ്ങനെ നടക്കാൻ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കണം. നീ വിളിച്ച 1800 പേരും ആടിച്ച് ഭക്ഷണം കഴിക്കാനുള്ള തിരക്കില. അപ്പൊ എല്ലാവരും ഇങ്ങനെ തിരക്കിൽ നടക്കുമ്പോ ഈ ഉസ്താദ് മാത്രമാണ് നിനക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നത്. പടച്ചവനെ, ഇവന്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണം, സന്തോഷം കൊടുക്കണം, നല്ല മക്കളെ കൊടുക്കണം, അള്ളാഹു ഇവരുടെ മനസ്സുകൾ അടുപ്പിക്കണം, സ്വർഗത്തിലും ജോഡിയാക്കണം. നിനക്ക് വേണ്ടി നിന്റെ വിവാഹ ദിവസം ഏറ്റവും നല്ലതുപോലെ ദുആ ചെയ്യുന്നത് ഉസ്താദാ. കല്യാണമെല്ലാം കഴിയുമ്പോൾ നീ വാപ്പാനോട് ചോദിക്കും, ഉസ്താദിന് കൊടുക്കേണ്ടത് 500 ആണോ 1000 ആണോ? അവിടെ നമ്മൾ ചോദിക്കും. മനസ്സിലാക്കേണ്ടത് അവിടെ നിന്റെ നിക്കാഹിന്റെ നീ ഏറ്റവും നല്ല കാര്യം ചെയ്ത മനുഷ്യന് 10 രൂപ കൊടുക്കണമെങ്കിൽ നീ 2 പേരോട് ചോദിക്കും. അതെന്താടാ, ചോറ് വെക്കാൻ വന്നപ്പോ ചോദിച്ചില്ല, പന്തൽ കിട്ടുന്നവനോട് ചോദിച്ചില്ല, ക്യാമറാമാനോട് ചോദിച്ചില്ല. അതാ ഞാൻ പറഞ്ഞത്, സദക്ക കൊടുക്കുന്ന വിഷയം വരുമ്പോൾ നമ്മൾ അങ്ങനെ നല്ലതിന് കൊടുക്കാൻ വലിയ മടിയാ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വീട് വെക്കണോ, നിങ്ങൾ കട തുടങ്ങുന്നു, നിങ്ങൾ വണ്ടി എടുക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുന്നു, നിങ്ങൾ ആദ്യം അറിവുള്ളവരോട് ചോദിച്ച് പള്ളിയിലെ ഉസ്താദന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ച് എന്തെങ്കിലും പള്ളിക്കോ നല്ല കാര്യങ്ങൾക്കോ നിങ്ങൾ കൊടുക്ക്. അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ തൃപ്തിയില്ലാതെ ഈ BC റോഡിലും അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നീ ഇനി എന്തൊക്കെ പണിതാലും അതിനകത്ത് ബർക്കത്ത് ഉണ്ടാകില്ല. അപ്പൊ അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് സദക്ക കൊടുക്കുക. 4 വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തി വേണം. അള്ളാഹുവിന്റെ തൃപ്തി മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തിയും നിനക്ക് വേണം. എങ്കിലേ നീ രക്ഷപ്പെടൂ, എങ്കിലേ കട തുടങ്ങിയിട്ട് കാര്യമുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തി നിനക്ക് ലഭിക്കാനുള്ള എളുപ്പ വഴി ആ മുത്തി നബി കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആൻ ഓതുക. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ചോദിക്കുമല്ലോ, മരിച്ച വീട്ടിൽ പോയാലും യാസീൻ, കല്യാണ വീട്ടിൽ പോയാലും യാസീൻ, ഖബറും കാട്ടി പോയാലും യാസീൻ, വഅദിന് പോയാലും ഖുർആൻ ഓതുക. എന്തിനായി ഓതുന്നെ? എന്റെ പൊന്നാര സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ഇത് വെറുതെ അല്ല. ഇത് ഉസ്താദിന് കൈമടക്ക് വാങ്ങാനുള്ള ഒരു വഴി മാത്രമല്ല ഈ യാസീൻ ഓതല്, ഈ ഖുർആൻ ഓതല്. എന്റെ പൊന്നാര സഹോദരങ്ങളെ, വീടിന് താമസം കയറുമ്പോഴാകട്ടെ, കുറ്റിയടിക്കുമ്പോഴാകട്ടെ, കട തുടങ്ങുമ്പോഴാകട്ടെ, വണ്ടി എടുക്കുമ്പോഴാകട്ടെ, എന്ത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ ഓത്. ഒരു കുൽഹുവല്ലയെങ്കിലും അതിന് പിന്നെ സമയമില്ലല്ലോ. ആ ഒരു ചെറിയ സൂറത്ത് പോലും നമുക്കൊന്നും ഓതാൻ സമയമില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്താണല്ലോ ആ പ്രവാചകൻ കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആൻ പാരായണം നീ ചെയ്താൽ അല്ലാഹുവിന്റെ റസൂലിന്റെ തൃപ്തി നിനക്ക് ലഭിക്കും, നീ രക്ഷപ്പെടും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. കച്ചവടക്കാർ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നു. ആരാപ്പ രാവിലെ കടയിൽ പോയി കട തുടങ്ങിയിട്ട് യാസീൻ ഓതണ? ആരാ ഓതണേ? ഞാൻ ഉപ്പളയിൽ ഒരു കടയിൽ പോയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ കച്ചവടം ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, മോനെ നീ യാസീൻ ഓതണം കട തുടങ്ങുമ്പോ. ഓതാറുണ്ട് ഉസ്താദെ. ഞാൻ ചോദിച്ചു, ആര് ഓതാറുണ്ട്? മൊബൈൽ ഓതാറുണ്ട്, ഓണാക്കി വെച്ചിരിക്കുക. ഓൻ ഓതത്തില്ല. നമ്മളെങ്ങനെ പലരെങ്ങനെ തന്നെ ആരപ്പ ഫാത്തിഹ ഓതുന്ന? എടാ, രാവിലെ ജീവിക്കാൻ വേണ്ടി ഒരു കട വെച്ചിട്ട് ആ കടയ്ക്കകത്ത് പോയിരുന്നൊരു യാസീൻ ഓതണ, ഒരു ഫാത്തിഹ ഓതണ ആരുണ്ട്? യാസീനൊക്കെ പോകട്ടെ, ഒരു ഫാത്തിഹ എങ്കിലും നീ ഓതാറുണ്ടോ? ബിസ്മി പറഞ്ഞോണ്ടാണോ കടയ്ക്കകത്ത് കയറുന്നത്? ഇല്ലല്ലോ. വീട് കെട്ടിവെച്ചിട്ടില്ലേ? എന്താ നിന്റെ വീടിനകത്ത് സമാധാനമില്ലാത്തത്? എന്റെ ഉമ്മ പെങ്ങന്മാര് പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങൾ 5 സ്ഥലത്തിരുന്നിട്ട് ശപിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയുന്നുണ്ട്, ആ കണ്ണിനീരിനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് നബിയിനാ റസൂലുള്ളാഹി. 5 കാര്യങ്ങൾ കരഞ്ഞാൽ അതാ നാടിന് തന്നെ നാശമാണ്. 1, പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലെങ്കിൽ പള്ളി കരയും. പള്ളിക്കകത്ത് നിസ്കരിക്കാൻ വലിയ പള്ളിയൊക്കെ പണിയും നല്ല കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പൊ AC വെച്ചിട്ട് പോലും 3 സഫേ ഉള്ളൂ. അല്ലാഹു വയത് കേൾക്കാൻ ഇതിനേക്കാളും ആളുണ്ട്.
എടാ AC പള്ളി വെച്ചിട്ട് പോലും പള്ളിക്കകത്ത് നിസ്കരിക്കാൻ 3 സഫേ ഉള്ളൂ. അതിലെ ഒരു സഫ് സബ് ജൂനിയർ വിഭാഗമാ. പോകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നിസ്കരിക്കാൻ പള്ളിക്കകത്ത് ആളില്ലാതെ വന്ന പള്ളി കരയും. പള്ളി കരഞ്ഞ ആ നാട് നശിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. കൊറോണ വന്നതിന്റെ അടയാളം എന്താ? കൊറോണ 1 ആണ്ട് കഴിഞ്ഞു, 2 ആണ്ട് കഴിഞ്ഞു, 3 ആണ്ട് കഴിഞ്ഞു, ഇനി 4ാമത്തെ ആണ്ട് വരിക. ഇന്നലെ പറയുന്നു ആഫ്രിക്കയിൽ 4ാമത്തെ വിഭാഗം 3-ൽ ഒരാൾ തീരുമെന്നാ പറയുന്നത്. എന്താണ് റമളാൻ വരുമ്പോഴാണ് ഉസ്താദ് ഇത് വരുന്നത്? പരിശുദ്ധമായ റമളാൻ മാസം വരുമ്പോഴാണ് ഇത് കൂടുന്നത്. എന്താണെന്നറിയില്ല. അല്ലാഹു നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലാതെ വന്ന പള്ളി കരയും. പള്ളി കരഞ്ഞ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാന്റെ ഭവനം കരഞ്ഞാ പിന്നെ പോയി. 2 പരിശുദ്ധമായ ഖുർആൻ വീടിനകത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. ഇല്ലേ? ഇത് ഞാൻ സൗദി പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നത്, ഇത് അവിടെ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നത്. അലമാരിക്കകത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ വീട്ടുകാര് എടുത്തു ഓതാതെ വന്നാൽ ആ ഖുർആൻ അവിടെ ഇരുന്ന് കരയും. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ വീടിന്റെ അകത്ത് അലമാരിക്കകത്ത് അടുക്കി വെച്ചിട്ട് അത് ഓതാതെ വന്ന ആ ഖുർആൻ അവിടെ ഇരുന്ന് കരയും. ഖുർആനിന്റെ കണ്ണുനീര് വീണ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പിന്നെ എങ്ങനെ നിന്റെ വീടിനകത്ത് സമാധാനം കിട്ടും? ഭാര്യയും മക്കളും, ഭാര്യയും ഭർത്താവും ശത്രുക്കളെ പോലെ, ഇന്ത്യയും പാകിസ്ഥാനും പോലെ. എടാ, ഒരു ഉമ്മാടെ വയറ്റിൽ കിടന്ന കൂടപ്പറപ്പുകൾ കണ്ട തല്ലല, അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളെ പോലെ തമ്മിലടിക്കുന്നു. എന്തേ ഇതിന്റെ കാരണം? പണമുണ്ടല്ലോ, എല്ലാം നിനക്ക് അല്ലാഹു തന്നല്ലോ, എന്തുകൊണ്ട് നിന്റെ വീടിനകത്ത് സമാധാനമില്ല? ഖുർആനിന്റെ കണ്ണുനീര് വീഴുന്നത് കൊണ്ടാണ്. എടാ, ഖുർആൻ നിങ്ങളൊക്കെ ഓതും, എന്തുകൊണ്ട് നിങ്ങൾ ഖുർആൻ നോക്കി ഓതുന്നില്ല? അത് വേറെ വിഷയമല്ലേ? പരിശുദ്ധമായ ഖുർആൻ അതെങ്ങനെ മദ്രസ വിട്ടങ്ങോട്ട് പോകും? മദ്രസ വിട്ടങ്ങോട്ട് പോകുമ്പോൾ കുട്ടികൾ ഒരു ബാഗ് ഉണ്ട്, കൊണ്ടുപോയിട്ട് തൊപ്പിയെടുത്ത് ഒരു ബാഗ് എടുത്ത് ഒരു കട്ടിലിനടി കിടക്കും. പിറ്റേ ദിവസം രാവിലെ പോകുമ്പോഴാ ബാഗ് എവിടെ? ബാഗ് എവിടെടാ? ഖുർആൻ എവിടെ? കട്ടിലിനടിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന അവസ്ഥ. അല്ലാഹു കാക്കുമാറാകട്ടെ. പിന്നെ എങ്ങനെ സമാധാനം കിട്ടാനാ? നമുക്ക് ഈ ആത്മീയമായ മദ്രസയിൽ പോകുന്ന കുട്ടി സ്കൂളിൽ പോകുന്നവനോട് ചോദിക്കും, കൈ ഇട്ടോടാ, ഐഡന്റിറ്റി കാർഡ് എടുത്തോടാ, ബെൽറ്റ് ഇട്ടോടാ, ഷൂ ഇട്ടോടാ, ബുക്കും പുസ്തകം എടുത്തോടാ. മദ്രസയിൽ പോകുന്ന മോനോട് തൊപ്പി എടുത്തോ, ഖുർആൻ എടുത്തോ, നീ പല്ല് തേച്ചോ എന്ന് പോലും ചോദിക്കുന്ന ഉമ്മമാരില്ല. രാവിലെ എഴുന്നേറ്റ് പോവാ. ഇതാണ് നമ്മൾ അതിനോട് കാണിക്കുന്ന ഒരു ബന്ധമത. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളുടെ വീടിനകത്ത് ഖുർആൻ ഉണ്ടെങ്കിൽ ഓരോ ഖുർആനും ഓരോ ദിവസം ഒന്ന് തുറക്ക്. ഓരോ ദിവസവും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്ന് തുറന്നുകൊണ്ട് ഒരായത്തെങ്കിലും നിങ്ങൾ പാരായണം ചെയ്യും. ഇല്ലെങ്കിൽ അതവിടെ ഇരുന്ന് കരയും. ആ ഖുർആനിന്റെ കണ്ണുനീര് വീണാൽ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഖുർആൻ ഓത്. അത് കടക്കകത്താണെങ്കിലും വീടിന്റെ അകത്താണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്താൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ തൃപ്തി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ രക്ഷപ്പെടും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ.